بسم الله الرحمن الرحيم. عن سعيد بن يزيد رضي الله عنه قال: كنت قائما في المسجد فحسبني رجل بالحسا فنظرت فإذا هو عمر بن الخطاب رضي الله عنه. സഈദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു ദിവസം മസ്ജിദ് നബവിയിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നെ ചെറിയ കല്ലുകൊണ്ട് എറിഞ്ഞു. മസ്ജിദ് നബവിക്കകത്ത് ചെറിയ കല്ലുകളുണ്ടാകും. ഒരു കല്ലെടുത്തിനെ എറിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ആ ഇരിക്കുന്ന രണ്ടാളുകളെ നിങ്ങൾ വിളിക്കും. ഞാൻ നോക്കുമ്പോൾ രണ്ടാളുകൾ പള്ളിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയാണ് ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരാണ്? അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫി, ഞങ്ങൾ തായിഫിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീന, നിങ്ങൾ ഈ മദീനക്കാരായിരുന്നെങ്കിൽ ലൗജഅതുകുമ, നല്ല വേദന ഞാൻ നിങ്ങളിൽ അനുഭവിപ്പിക്കുമായിരുന്നു, നല്ല അടി തരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. തായിഫുകാരായതുകൊണ്ട്, ഈ നാട്ടുകാരല്ലാത്തതുകൊണ്ട് നിങ്ങൾ വെറുതെ വിടുകയാണ്. ഈ നാട്ടുകാരായിരുന്നെങ്കിൽ നല്ല അടി തരുമായിരുന്നു. തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ പള്ളിയിൽ ഇരുന്നിട്ടാണോ സംസാരിക്കുന്നത്? ഇവിടെയാണോ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പള്ളികൾ എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഭവനങ്ങളാണ്. ഈ മതിൽക്കെട്ടിൽ, ഈ ഭിത്തിക്കുള്ളിലേക്ക് കയറുന്നതോടുകൂടി പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി വരുന്നത്. അല്ലാഹുവിൻ്റെ വീടാണ്. ഇവിടെ ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകണം. നിസ്കരിക്കാനും ദിക്റ് ചൊല്ലാനൊക്കെ വേണ്ടി മാത്രമാണ് പള്ളികളുള്ളത്. ഭൗതികമായ സംസാരങ്ങളോ നമ്മുടെ തർക്കങ്ങളോ അത്തരത്തിലൊന്നും, വഴക്ക് കൂടാനൊന്നും പള്ളിയിൽ പാടില്ല. പള്ളിയുടെ പവിത്രതയ്ക്ക് കോട്ടമേൽപ്പിക്കുന്ന ഒന്നും പള്ളിക്കകത്ത് പാടില്ല. അതാണ് റളിയല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് ഈ അറിവ് ഒരു പക്ഷേ ഇല്ലാതിരിക്കാം തായിഫുകാരായതുകൊണ്ട്. ഈ നാട്ടുകാരായിരുന്നെങ്കിൽ നിങ്ങളെ വെറുതെ വിടില്ലായിരുന്നു എന്ന് ഭീഷണി സ്വരത്തിലാണ് റളിയല്ലാഹു തആല പറയുന്നത്. ഇദർതഫഅത്തിൽ അസ്വാത്ത് ഫിൽ മസാജിദി ഹല്ലൽ ബലാഉ, ഈ സമുദായം എന്നാണോ പള്ളിക്കകത്ത് സംസാരം ആരംഭിക്കുന്നത്, പ്രശ്നങ്ങളും വഴക്കുകളും ആരംഭിക്കുന്നു, അന്ന് ഈ സമുദായത്തിൻ്റെ നാശം ആരംഭിക്കും. ഇന്ന് നമ്മുടെ പള്ളികൾക്ക് അകത്താണ് പലപ്പോഴും നമ്മൾ വഴക്ക് കൂടുന്നത്, ഷണ്ട കൂടുന്നത്, പള്ളി തർക്കങ്ങളും ജുമാ വരെ മുടങ്ങുന്ന അവസ്ഥയൊക്കെ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ നാശത്തിന് കാരണമാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്ത് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് സംസാരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പള്ളിക്ക് ചെരുവുകൾ നിർമ്മിക്കുന്ന പതിവ് തുടങ്ങി വെച്ചു. ഇത് ഉമറുള്ളാന്റെ കാലത്താണ് തുടങ്ങുന്നത്. അപ്പം അത്യാവശ്യം സംസാരിക്കണമെന്ന് തോന്നിയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പള്ളിയുടെ ചെരുവിലിരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വരിക, അതിനുവേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി. എല്ലാ പള്ളികളിലും നമ്മുടെ പള്ളിയുടെ അവിടെ പത്രോടുന്ന സ്ഥലത്തെല്ലാം അത് വഖഫല്ല എന്നാണ് മനസ്സിലാക്കുന്നത്, പള്ളിയായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള പള്ളിയുടെ പുറംഭാഗങ്ങളിൽ ഇരുന്നാണ് നമ്മൾ സംസാരിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. പള്ളിക്കകത്തിനും സംസാരിച്ച നമ്മുടെ അമലുകൾ, എത്രയോ വർഷത്തെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും. അതുകൊണ്ട് അക്കാര്യം നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാനും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.